എറണാകുളം കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ട ആത്മഹത്യ എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയ് ഉൾപ്പെടെ സഹോദരിയും അമ്മയും ഉൾപ്പെടെ 3 പേരുടെ മൃതദേഹം വീടിനകത്ത് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, അമ്മ ശകുന്തള അഗർവാൾ, ഇവർ 3 പേരുമാണ് മരിച്ചത്. വീടിൻ്റെ വാതിൽ ഏതാണ്ട് ചവിട്ടി തകർത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത് പൊളിച്ചാണ് പോലീസ് അകത്ത് കയറിയത്, പരിശോധന നടത്തിയത്. നേരത്തെ 2 പേരുടെ മൃതദേഹം വീടിന് പുറത്തുനിന്നും ജനാലയിലൂടെ നോക്കുമ്പോൾ കാണാമായിരുന്നു. അമ്മയെപ്പറ്റിയാണ് ആ ഘട്ടത്തിൽ വിവരമുണ്ടായിരുന്നില്ലത്. അമ്മ ശകുന്തള അഗർവാൾ ബെഡിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് വീടിനകത്ത് കയറിയപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന. മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ട്, 2-3 ദിവസത്തെ പഴക്കമുണ്ട്. അപ്പോൾ അതിൽ എന്തു സംഭവിച്ചു എന്നതൊക്കെ ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ഇക്കാര്യത്തിൽ കിട്ടുമോ എന്നറിയാൻ പോലീസ് വീടിനകത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. എന്തെങ്കിലും കുറിപ്പുകളോ അവരുടെ മൊബൈൽ ഫോണുകളിൽ എന്തെങ്കിലും തെളിവുകളോ ഒക്കെ ഉണ്ടോ എന്നറിയാൻ പോലീസ് പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരും അവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരും ആ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്ന. വിഷ്ണു, പോലീസ് ആ വീട് മുഴുവൻ ഒരു സെർച്ച് നടത്തുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ അവിടെ നിന്ന്? നേരത്തെ അവിടെ അമൽ പറയുന്നുണ്ടായിരുന്നു, ഈ സഹോദരിയുടെ IAS റാങ്കുമൊക്കെയായി ബന്ധപ്പെട്ട് എന്തോ ചില കേസുകൾ, ചില സങ്കീർണതകൾ ഉണ്ടായിരുന്നു, അതിൽ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം, മനീഷ്. അത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊക്കെ സൂചിപ്പിച്ചിരുന്നു എന്ന മറ്റിൽ ചില വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നു. അഭ്യൂഹം മാത്രമാണ്, അതിൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസ് എന്തെങ്കിലും ഔദ്യോഗികമായി പറയുന്നുണ്ടോ വിഷ്ണു? വിജയകുമാർ, ഇതുവരെ പോലീസ് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇതിനകത്ത് കയറിയ പോലീസ് ഉദ്യോഗസ്ഥരാരും പുറത്തേക്ക് വന്നിട്ടില്ല. മറ്റാരും ഫോറൻസിക് വിഭാഗമോ അല്ലെങ്കിൽ ജനപ്രതികൾ ആരും തന്നെ പുറത്തു വന്നിട്ടില്ല. ഏറെ പണിപ്പെട്ടാണ് ഈ ഡോറ് പൊളിച്ച് അകത്ത് കയറുകയും ചെയ്തത്. അങ്ങനെ ഇപ്പോൾ മനീഷ്, ശാലിനി, അതോടൊപ്പം തന്നെ ശകുന്തള അഗർവാൾ, ഇങ്ങനെ 3 പേരുടെ മൃതദേഹമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ കാരണം എന്നൊന്നും ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. 2 പേരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ മുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ്. മറ്റ് ഒരാളുടെ മൃതദേഹം ബെഡിൽ കിടക്കുന്ന നിലയിലാണ്. എന്താണ് കാരണം? ഇവർക്ക് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രാഥമികമായി പോലീസ് നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാനാണ്. മൃതദേഹത്തിന് നല്ല പഴക്കം, അതായത് 2-3 ദിവസത്തെ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വീർത്ത നിലയിലാണ്. നമ്മൾക്ക് ഈ ജനലിന് ഉൾവശത്തുകൂടി ആ മൃതദേഹം കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് വലിയ വീർത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അതുകൊണ്ട് മൃതദേഹം താഴെ ഇറക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ തന്നെ ഈ മുറിക്കകത്ത് വെച്ച് തന്നെ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മൃതദേഹം മറ്റിടങ്ങളിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം ഇവർ വന്നിട്ടുണ്ട്. പക്ഷേ അവരാരും ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ആർക്കും ഒരു വ്യക്തത വന്നിട്ടില്ല വിഷയവുമായി ബന്ധപ്പെട്ട്. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു പക്ഷേ ആരോടും പറഞ്ഞു കാണില്ലായിരിക്കും. അതായിരിക്കും എല്ലാവർക്കും ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വലിയ ഞെട്ടൽ ഇവിടെ ഉണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പോലീസ് വിളിച്ച് കാര്യം പറയുമ്പോഴാണ് ഇത്തരത്തിൽ മനീഷ് മരിച്ചു കിടക്കുന്നു എന്നുള്ള ഒരു കാര്യം അവർ അറിയുന്നത്. പോലീസ് സ്ഥിരീകരിക്കുന്നത് തന്നെ ഈ ലീവ് കഴിഞ്ഞ ശേഷവും കസ്റ്റംസിലേക്ക് വിളിച്ചു വയ്ക്കുന്നു. ലീവ് കഴിഞ്ഞ ശേഷവും അദ്ദേഹം വന്നിട്ടില്ല എന്നാണ് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. ആ മറുപടി കൂടി കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇന്നൊരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് ഈ ജനൽ വഴി നോക്കിയ ഘട്ടത്തിലാണ് മനീഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പുറകുവശത്തേക്ക് പരിശോധിച്ചപ്പോൾ അവിടെ അടുക്കള ഭാഗത്ത് സഹോദരിയുടെ മൃതദേഹവും കണ്ടെത്തി. അമ്മയുടെ മൃതദേഹം, അതായത് ശകുന്തള അഗർവാളിന്റെ മൃതദേഹവും ഇപ്പോൾ ഈ ഡോറ് തുറന്ന ഘട്ടത്തിൽ അവിടെ ഒരു കട്ടിലിൽ കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. ഇനി എങ്ങനെയാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ആത്മഹത്യ തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കും. ഇൻക്വസ്റ്റ് നടപടിയിൽ അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയും ചെയ്യും. ഇപ്പോൾ പോലീസ് ഈ വീട് കേന്ദ്രീകരിച്ചൊരു പരിശോധന നടത്തുന്നുണ്ട്. ഈ മുറികൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മൊബൈലുമായി ബന്ധപ്പെട്ടുള്ള മൊബൈലിൽ എന്തെങ്കിലും അത്തരത്തിൽ തെളിവുകളോ അങ്ങനെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്, മരണത്തിലേക്ക് നയിച്ചത് എന്ത് എന്നുള്ള ഒരു കണ്ടെത്താൻ വേണ്ടി ഒരു സമാന്തര പരിശോധന കൂടി ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്നുണ്ട്. ഇതുവരെ ഒരു സൂചനയും അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ പറയാനാകും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ACP അടക്കമുള്ള ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അകത്ത് ഉണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഒരല്പസമയത്തിനകം, ഒരു 10 മിനിറ്റിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതിനുശേഷം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് ഈ മരിച്ച മനീഷ് എന്ന് മനസ്സിലാക്കുന്നു. കുറച്ച് നാളുകളായി കൊച്ചിയിലാണ് GST വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലീവായിരുന്നു. എന്താണ് ആ
ലീവ് കാരണം എന്നൊക്കെ ഇങ്ങനെ പരിശോധിച്ച് വരികയാണ്. മൃതദേഹം അതായത് മൃതദേഹം അഴുകി എന്ന് പറയാൻ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അഴുകിയിട്ടുണ്ട്. മുഖമാകെ കറുത്ത നിലയിലാണ്. ഈ ബ്ലഡ് സ്റ്റെയിൻസ് കംപ്ലീറ്റ് ആയി ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്. ശരീരത്തിലുടനീളം ബ്ലഡ് സ്റ്റെയിൻസും അതോടൊപ്പം തന്നെ ഈ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇതുള്ളത്. അതുകൊണ്ട് ബ്ലഡ് സ്റ്റെയിൻ ഒന്നാകെ ഉണ്ട്. വീർത്ത നിലയിലാണ്. ഒരു 2-3 ദിവസത്തെ പഴക്കം ഉറപ്പായും ഉണ്ടാകും. ഇപ്പോഴും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ല. മൃതദേഹം താഴെ ഇറക്കിയിട്ടില്ല. ഫാനിൽ കെട്ടി നിൽക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത്. വിശദമായൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. പ്രത്യേകിച്ചൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. അസ്വാഭാവിക മരണത്തിന് തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. ACPയുടെ നേതൃത്വത്തിലാണ് നിലവിലുള്ള അന്വേഷണ നടപടികളും ഇൻക്വസ്റ്റ് നടപടികളും ഒക്കെ പുരോഗമിക്കുന്നത്.